യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യാൻ ഇടപെട്ട യമൻ സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അപ്പോൾ തികച്ചും ആ ഒരു വിഷയം മാത്രമല്ല, അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം. ആ പേര് പോലെ തന്നെ നിമിഷം കൊണ്ട് ഒന്നായി പരന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും സമാധാനിക്കുകയും ചെയ്യാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി സംസാരിച്ച ദീപക് ധർമ്മടം തത്സമയം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നബിദിനാഘോഷം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അതിൽ അദ്ദേഹം ഇതാദ്യമായി ഈ സുന്നി പണ്ഡിതൻ യമനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയുന്നു. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു. ആ ഇടപെടലിന് അവിടെ യമനിൽ ഇടപെട്ടത് അവിടെയുള്ള ഒമർ ബിൻ ഫഹദിയാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഫഹീദ് കൃത്യമായി അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അവിടെയുള്ള മതപണ്ഡിതർ ഒപ്പം തന്നെ അവിടെയുള്ള കൗൺസിൽ അതുപോലെ കോടതി ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ വധശിക്ഷ റദ്ദു ചെയ്യുന്നിടത്തേക്ക് എത്തിയത്. അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഈ കൊല്ലപ്പെട്ടവനോട് മാപ്പ് നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. ആ ഒരു വ്യവസ്ഥയാണ് ഉസ്താദ് അവരെ ബോധ്യപ്പെടുത്തിയത് എന്നുകൂടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി പറയുകയാണ്. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രശസ്തി കൊടുക്കാറില്ല. പക്ഷേ എന്നാൽ ഇത് പേര് പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നിമിഷപ്രിയമായി മാറി ഈ വാർത്ത എന്നുള്ളതാണ് കാന്തപുരം നമ്മളോട് പറഞ്ഞത്. ഇതാദ്യമായാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ യമൻ പണ്ഡിതൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്, കേരളത്തിലേക്ക് എത്തുന്നത് അറിയിക്കുന്നത്. 4-ാം തീയതി അദ്ദേഹം ഇവിടെ വരും. അദ്ദേഹം വരാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൂടി അറിയുകയാണ്. ഒരുപക്ഷെ SKN ഈ രാജ്യ നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത യമനിൽ ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളുടെ വധശിക്ഷ റദ്ദ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം, ആ കാര്യം ചെയ്യാൻ അവിടെ ഇടപെട്ട സുന്നി പണ്ഡിതനാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അത് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആദ്യമായി 24നോട് SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.